not a game, it's a rich thing. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. മീര ജാസ്മിൻ, നരേൻ എന്നിവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചിത്രമാണ് ക്യൂൻ എലിസബത്ത്. എം പത്മകുമാർ ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഈ ചിത്രത്തിന്റെ ട്രെയിലർ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ബിജു മേനോൻ, ആസിഫ് അലി എന്നിവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചിത്രമാണ് തലവൻ. ജിസ് ജോയ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിൽ ആസിഫ് അലിയും ബിജു മേനോനും പോലീസ് വേഷത്തിൽ ആണ് എത്തുന്നത്. ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റഫർ എന്ന മമ്മൂട്ടി ചിത്രത്തിന് ശേഷം ബി ഉണ്ണികൃഷ്ണൻ അടുത്തതായി പൃഥ്വിരാജിന് വേണ്ടിയാണ് ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത് എന്നാണ് ഏറ്റവും പുതിയതായി വരുന്ന റിപ്പോർട്ടുകൾ. ചിത്രം മാജിക് ഫ്രെയിംസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ജനഗണ മന എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം എഴുതിയ ഷാരിസ് മുഹമ്മദ് ആയിരിക്കും ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത്. നാനി, മൃണാൽ താക്കൂർ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയ ഒരു തെലുങ്ക് ചിത്രമാണ് ഹായ് നാന. ഈ ചിത്രത്തിന്റെ ആദ്യ ആഴ്ചയിലെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ചിത്രം ഫസ്റ്റ് വീക്ക് കളക്ഷൻ ആയിട്ട് 50 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട്. നിവിൻ പോളി നായകനാകുന്ന അദ്ദേഹത്തിന്റെ 43ാമത്തെ ചിത്രം ജനഗണ മന എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം സംവിധാനം ചെയ്ത ഡിജോ ജോസ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിന് ഇതുവരെ പേരിട്ടിട്ടില്ല. ചിത്രത്തിന്റെ റിലീസിനെ പറ്റിയുള്ള ചില റൂമറുകൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ചിത്രം അടുത്ത വർഷം ഫെബ്രുവരി 9 റിലീസിന് എത്തും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. PK, 3 ഇഡിയറ്റ്സ് എന്നീ നിരവധി ഹിറ്റ് സിനിമകൾ നമുക്ക് സമ്മാനിച്ച സംവിധായകൻ ആണ് രാജകുമാർ ഹിറാനി. അദ്ദേഹം ഏറ്റവും പുതിയതായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഡങ്കി. ചിത്രത്തിൽ ഷാരൂഖ് ഖാൻ ആണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. ചിത്രം ഈ വരുന്ന ഡിസംബർ 21 ആണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് റിലീസിന് എത്താൻ പോകുന്നത്. ചിത്രത്തിന്റെ സെൻസറിങ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ചിത്രത്തിന് U/A സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത്. ചിത്രത്തിന് 2 മണിക്കൂറും 41 മിനിറ്റും ആണ് ടോട്ടൽ റൺ ടൈം. ഫഹദ് ഫാസിൽ പ്രധാന വേഷത്തിൽ എത്തുന്ന ചിത്രമാണ് ആവേശം. ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ രോമാഞ്ചം എന്ന ചിത്രം സംവിധാനം ചെയ്ത ജിത്തു മാധവൻ ആണ് ഈ ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത്. ഈ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യൽ ആയിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ചിത്രം അടുത്ത വർഷം ഏപ്രിൽ 11 ആണ് റിലീസിന് എത്താൻ പോകുന്നത്. ദൃശ്യം എന്ന ചിത്രത്തിന്റെ ടീം വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് നേര്. ലാലേട്ടൻ നായകനാകുന്ന ചിത്രം ജീത്തു ജോസഫ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രം ഈ വരുന്ന ഡിസംബർ 21 ആണ് റിലീസിന് എത്താൻ പോകുന്നത്. ചിത്രത്തിന്റെ സെൻസറിങ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ചിത്രത്തിന് U/A സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത്. 2 മണിക്കൂറും 31 മിനിറ്റും ആണ് ചിത്രത്തിന്റെ ടോട്ടൽ റൺ ടൈം. പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മലൈക്കോട്ടൈ വാലിബൻ. ചിത്രം അടുത്ത വർഷം ജനുവരി 25 ആണ് റിലീസിന് എത്താൻ പോകുന്നത്. ചിത്രത്തിന്റെ ടീസർ കുറച്ച് ദിവസം മുമ്പ് ആയിരുന്നു റിലീസ് ചെയ്തിരുന്നത്. ചിത്രത്തിലെ ആദ്യ ഗാനം ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത് പ്രഭാസ്, പൃഥ്വിരാജ് എന്നിവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചിത്രമാണ് സലാർ. ചിത്രം ഡിസംബർ 22 ആണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യാൻ പോകുന്നത്. ചിത്രത്തിന് കേരളത്തിൽ 4 മണിക്ക് ഉള്ള പ്രദർശനത്തിന് അനുമതി ലഭിച്ചിട്ടില്ല. കേരളത്തിൽ ചിത്രത്തിന്റെ ആദ്യ ഷോ 7 മണി മുതൽ ആണ് ആരംഭിക്കുന്നത്. അതുമാത്രമല്ല ചിത്രത്തിന്റെ സെക്കൻഡ് ട്രെയിലർ നാളെ റിലീസിന് എത്താൻ പോകുന്നുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.